ഇവൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ അവിടെ ഒരു അടിപിടി ഉണ്ടായപ്പോഴത്തേക്കും ഇവൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പുറത്ത് പോകുമ്പോഴത്തേക്കും അവൻ്റെ കഴുത്തിൽ ചെറുതായിട്ട് മുറിവ് പറ്റുന്നുണ്ട്. മുറിവിൽ നിന്ന് വരുന്ന ബ്ലഡ് കാണുമ്പോൾ ഇവൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇവൻ്റെ വാമ്പയർ പവർ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. അവൻ്റെ കണ്ണിൻ്റെ നിറമൊക്കെ മാറി അവൻ വല്ലാത്തൊരു രൂപത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ കൺട്രോൾ ചെയ്ത് അവൻ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. പക്ഷേ അവൻ ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ തലയിറങ്ങി വീഴുകയാണ്. തലയിറങ്ങി വീഴുമ്പോൾ ഈ പയ്യൻ അവനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഇവൻ പറയണില്ല, അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ഇവൻ്റെ ഷോൾഡറിൽ ചാഞ്ഞ് കിടക്കുകയാണ്, ഇവനൊട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ. അവൻ്റെ ഫ്രണ്ട് വന്ന് ഇവനെ നോക്കുമ്പോൾ ഇവനൊട്ടും വയ്യാതെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവനെ അടുത്തൊന്നും പറയാതെ തന്നെ ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഇവനെ റൂമിൽ ബെഡിൽ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവനെ നൈറ്റ് മെയർ പോലെയൊക്കെ വരുന്നുണ്ട്, ഒട്ടും വയ്യാതെയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ അവൻ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. അപ്പോഴവൻ പറയണം, ആദ്യമായിട്ടായിരിക്കും ഒരു വാമ്പയറിന് ഉറക്കം നടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തതെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നീ ശരിക്കും ഒരു വാമ്പയറാണോ, ഒരു ബ്ലഡ് കണ്ടിട്ട് ഇങ്ങനെ തലയിറങ്ങി വീഴാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ കളിയാക്കുന്നുണ്ട്. അവൻ തീരെ മൈൻഡാക്കാതെ ഒന്നും തന്നെ മറുപടി പറയാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവനൊരു വാമ്പയർ ആണെങ്കിൽ ഇവന് ബ്ലഡ് കുടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇവനൊരു പ്യുവർ സോളാണ്. അവൻ ബ്ലഡൊന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ അവനൊരു ടാബ്ലറ്റാണ് അവൻ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് വാമ്പയറാണ്. പക്ഷേ അവരും ഇതുപോലെ ബ്ലഡ് കുടിക്കില്ല, മനുഷ്യരുടെ ബ്ലഡ് കുടിക്കില്ല, പകരം പ്ലാസ്മയാണ് അവർ കുടിക്കുന്നത്. പക്ഷേ ഇവന് പ്ലാസ്മ കുടിക്കുന്നത് ഇഷ്ടമല്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.